ഞാൻ എൻ്റെ മക്കളോട് ഇപ്പോൾ പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ, മക്കളെ മഴയത്തിറങ്ങി പ്രതിരോധ ശക്തി കൂടും. മഴ പെയ്ത പുറത്തേക്ക് ഇട്ടിട്ട് കൂടെ അവിടെ ഇറങ്ങി കറി ചില കറി ഉപ്പേരികൾ എനിക്ക് ഇഷ്ടമല്ലാന്ന് പറയും. ഞാൻ ഇഷ്ടമാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പിന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കറിയില്ല എന്താണ് പഠിപ്പിക്കുന്നത്, മൈൻഡ് എന്താണെന്ന് ആദ്യം പഠിപ്പിക്കണം. ഇവിടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ മൈൻഡ് ഇങ്ങനെ ജപ്പാനിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനസ്സ് നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ചാറ്റ് ചെയ്യാത്ത ആളുകൾ. നമ്മൾ വിചാരിക്കണം നമ്മളിത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. തെറ്റിദ്ധാരണയാണ്. നമ്മൾ കൊടുക്കുന്തോറും വളരുന്നതാണ് എല്ലാം. സ്നേഹമാണെങ്കിലും ശരി, പൈസ ആണെങ്കിലും ശരി, എന്തും സന്തോഷമാണെങ്കിലും ശരി, കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. നമ്മുടെ ലൈഫിൽ സക്സസ് വേണമെങ്കിൽ പോസിറ്റീവായി നിർബന്ധമാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും തരാൻ യൂണിവേഴ്സ് തയ്യാറാണ്. നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ്. ശരിക്കും എന്ത് സംഭവിച്ചാൽ ശരിക്കും നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ ശരിക്കും താരതമ്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിനെ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു സിസ്റ്റമാണ് ശരിക്കും നമുക്കുള്ളത്. നമുക്ക് റാം ഉണ്ട്, റോം ഉണ്ട്. നമുക്ക് റാം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടാൻ വേണ്ടി, റോം സ്റ്റോറേജ് കപ്പാസിറ്റി കൂടാണ്. അപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ റാം എന്ന് പറഞ്ഞാൽ റാൻഡം മാക്സിമം ആണ്. അപ്പോൾ ഈ റാം എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സാണ്. ഈ റാമിൽ പ്രോഗ്രാം ഫയലുകൾ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ഫോണിൽ ആപ്പുകൾ അങ്ങനെ അതിൻ്റെ വർക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ജനിച്ച മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഫുള്ള് റെക്കോർഡഡ് ആണ്. മനസ്സിലായില്ലേ? അത് ചെറുപ്പത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം പറഞ്ഞാൽ മഴ കൊണ്ടാൽ പനി പിടിക്കുന്നൊക്കെ പറഞ്ഞില്ല, ബിദിശത്തിൽ പറഞ്ഞില്ലേ? ഇതേപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രോഗ്രാമായി കിടക്കുന്നുണ്ട്, നമുക്കറിയില്ല. മനസ്സിലായോ? നമ്മൾ താഴോട്ട് നോക്കി നടക്കണം, നമ്മൾ മേലോട്ട് നോക്കി നടക്കരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതേപോലെ ഈ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്. പിന്നീട് കണക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നലെ മഴ നനഞ്ഞു, അതുകൊണ്ടായിരിക്കും ഇരിക്കുന്ന ചില ദിവസം വന്നത്. അതല്ല, അത് ഉപബോധ മനസ്സ് ചെയ്യും. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചിന്തിക്കണ്ട. ആ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യും. കാരണം മഴ കൊണ്ടാൽ പനി പിടിക്കണം എന്നാണല്ലോ. ആ പ്രോഗ്രാം അവിടെ ഉണ്ട് ആൾറെഡി. അപ്പോൾ ഈ പ്രോഗ്രാം മൊത്തം ഫോർമാറ്റ് ചെയ്ത് പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണേലും ചെയ്യണം. മിനിമം നമുക്ക് ഫോണെന്ന് പറയുമ്പോൾ ഒരു 6 മാസത്തിൽ അപ്ഡേഷൻ വരുന്നുണ്ടല്ലോ. ഇതിന് അപ്ഡേഷൻ ഉണ്ടോ? നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൈൻഡിന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ NLP, EFT എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പഠിച്ചാണ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സ്ട്രെസ് അടിച്ച് ആൻസൈറ്റി, ഡിപ്രഷൻ വന്നങ്ങനെ ഇരിക്കേണ്ടി വരും. മനസ്സിലായി? ഇപ്പം ഇത് ഈ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ തന്നെ വേറെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകന്റെ ഈ പറയുന്ന ബിലീഫ് സിസ്റ്റത്തിനെതിരായിരിക്കും. അതെ, ഇങ്ങനെ നടക്കത്തില്ല, ഇത് ചുമ്മാ പൊട്ടത്തരമാണ് എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ഈ പറയുന്ന പോലെ ഇത് ഒരു സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ അത് പ്രൂവ് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ എന്ത് പറഞ്ഞാലും സ്യൂഡോ സയൻസ് ആണെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, സ്യൂഡോ സയൻസ് എന്ന് പറയും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇതൊക്കെ ആകിയോടെ ഞാൻ എൻ്റെ മക്കളോട് ഇപ്പോൾ പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ, മക്കളെ മഴയത്തിറങ്ങി പ്രതിരോധ ശക്തി കൂടും. മഴ പെയ്ത പുറത്തേക്ക് ഇട്ടിട്ട് കൂടെ അവിടെ ഇറങ്ങി കറി. അപ്പോൾ ആദ്യമൊക്കെ പനി പിടിച്ചിരുന്നല്ലോ, ഇപ്പോൾ അതില്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് അവർ മഴയത്തേക്ക് ഇറക്കി വിടും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ബിലീഫ് സിസ്റ്റം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. കുറച്ച് ആൾക്കാർ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ മാത്രമാണ് ബാക്കിയുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങും. അതെ, അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതല്ല, കറക്റ്റ് റൂൾസ് അല്ല. നമ്മൾ മൈൻഡ് എന്താണ് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പറഞ്ഞ ഉപബോധ മനസ്സ് പറഞ്ഞാൽ ഏകദേശം 90% ഉപബോധ മനസ്സാണ്, നമ്മുടെ റാം എന്ന് പറയുന്നത്. അതിലാണ് ഈ ഡാറ്റ ഫുള്ളുള്ളത്. നമ്മുടെ ഇഷ്യൂസ്, പ്രശ്നം എല്ലാം അതിൽ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ചില കുട്ടികൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർ സൂപ്പർ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവർ പറയുന്നത് വെച്ചാൽ എനിക്ക് മാത്സ് ഭയങ്കര ടഫാട്ടോ. എല്ലാ കുട്ടികളും പറയുന്ന കാര്യമാണ്, ടഫാണ്, എനിക്ക് ഭയങ്കര പഠിക്കാൻ എനിക്കിഷ്ടമല്ല, എനിക്ക് മാത്സ് ഇഷ്ടമല്ല പറയും. ഇഷ്ടമല്ലാത്ത പിന്നെ ആ കുട്ടി ജന്മം ചെയ്താൽ ആ മാത്സ് രക്ഷപ്പെടാൻ പറ്റില്ല കുട്ടിക്ക്. കാരണം മൈൻഡ് എന്താ വെച്ചാൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഉള്ളിൽ കടത്തി വിടില്ല. നിങ്ങൾ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ ഉള്ളിൽ കയറ്റി വിടില്ലല്ലോ. അപ്പോൾ ഈ മൈൻഡിന് അങ്ങനെ ഒരു സംഭവമുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് ഒന്നിനെയും കടത്തി വിടില്ല. അപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു തുടങ്ങാൻ പറയാം, ഇഷ്ടമാണെന്ന് നമ്മൾ എപ്പോൾ പറയും. മാത്സിന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് സോൾ പറയാൻ തുടങ്ങും. വെറുതെ പറയണ്ട, നീ ഇഷ്ടമല്ല. അപ്പോൾ വീണ്ടും പറയും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് പറയുന്നത് കറക്റ്റാണോ എന്ന് വിചാരിക്കും. പിന്നെ പഠിച്ചു നോക്ക്, ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ മതി, മാത്സ് ഈസി ആവും. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. ചില കറികൾ ഇഷ്ടമല്ല എന്ന് പറയും. ഞാനൊക്കെ ടെസ്റ്റ് ചെയ്താണ്. ചില കറികൾ ഇഷ്ടമല്ല പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ കഴിയില്ല. ഉണക്കമീൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉണക്കമീൻ കൊണ്ട് ചില കറി ഉപ്പേരികൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. ഞാൻ ഇഷ്ടമാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പിന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്.
പക്ഷേ ഇത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള സാധനമാണ് ഈ സയൻസും സ്യൂഡോ സയൻസും നമ്മൾ പറയുന്നത്. ആ, അതെ. കാരണം DNA അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു 5-6 വയസ്സാകുമ്പോൾ മുതൽ ഇത് ചെയ്യാം. അയാളുടെ DNA അനാലിസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ആണ്. ഒരു 12,000 എന്തോ ആണ് അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും. ഓക്കെ. അതിൽ നമ്മളുടെ ബ്രെയിനെ മാപ്പ് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും ഇന്ന കുട്ടിക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ എൻ്റെ മോനെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് മാത്സ് പറ്റൂല എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് DNA അനാലിസിസിൽ. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇത് വഴങ്ങും? പിന്നെ ഇത് എന്താ അവനോട് പറഞ്ഞിട്ടില്ല, ഓക്കെ. അവൻ അറിയില്ല. പക്ഷെ ഞാൻ കണ്ടു പോരുന്നതാണ് അവന് മാത്സിന് മാർക്ക് കുറവാണ് എപ്പോഴും. അപ്പൊ ഇത് അവന് ഇഷ്ടമല്ല റിപ്പീറ്റ് പറയുന്ന കാര്യമായിരിക്കും. ഇത് മാത്സ് എനിക്ക് ഇഷ്ടമല്ല അമ്മേ. അവന് ഇഷ്ടമല്ല. പക്ഷെ അല്ല ഇഷ്ടമല്ല എന്ന് പറയാം. ഇത് പറഞ്ഞു ഈ DNA ഇപ്പൊ ഇതെല്ലാം ബിസിനസ് ആണ് ഇവിടെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത്. ഇതിന് സാധ്യതകൾ തെരഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ ആളുകൾ പുതിയ എന്താ സംഭവം നോക്കാനുണ്ട്. ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും ഒരേ കഴിവുകൊണ്ട് ജനിക്കുന്ന വ്യക്തികളാണ്. എല്ലാ വ്യക്തികളും എല്ലാ കഴിവുകളും ജനിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കണ്ടീഷനിങ്ങിലൂടെ ആ കഴിവ് നഷ്ടപ്പെടുത്തണം. നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിലൂടെ മൊത്തം നമ്മൾ ആ പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പം അങ്ങനെ ഓരോ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കഴിവുകൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ആ കുട്ടിക്കുള്ള ക്യൂട്ട്നെസ് നഷ്ടപ്പെട്ട പോലെ തന്നെ വലുതായി കഴിയുമ്പോൾ ക്യൂട്ട്നെസ് നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അത് നമ്മുടെ സോളിലേക്കുള്ള ഇത് വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ DNA സംഭവം പറഞ്ഞത് അത് ഒരുപക്ഷെ സത്യമായിരിക്കാം ഞാൻ പറയുന്നത്, അത് ഇതായിരിക്കാം. പക്ഷേ ഈ കുട്ടിയുടെ പ്രോഗ്രാമിൽ സംഭവിച്ച് മാത്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ ബ്രെയിൻ മാപ്പിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമല്ല എന്നല്ല, അതൊന്ന് തുറക്കണം. ഒന്ന് ചെന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പൈസ മനസ്സിലായില്ലേ? കുട്ടിനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പറയിപ്പിച്ച് നോക്ക്. ഇനി മോനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ പുള്ളി നല്ല പറയും എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മാത്സ് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ റിപ്പീറ്റ് പറയിപ്പിക്കുക. എന്നിട്ട് ഒന്ന് പറയിപ്പിച്ച് നോക്ക്. ഞാൻ എത്ര കുട്ടികളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 5-6 കുട്ടികളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ മാത്സ് അടിപൊളിയാണ്. ഇത് ഞാൻ വെറുതെ എൻ്റെ പെങ്ങളുടെ കുട്ടി, എൻ്റെ മോള് ഒക്കെ മാത്സ് ഈസിയാണ്. ഇപ്പം ഞാൻ റിപ്പീറ്റ് പറയും. മനസ്സിലായി? നമ്മുടെ ഇഷ്ടമല്ല എന്നുള്ള പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ അധികം ഇഷ്ടമില്ലാത്ത ഒരാൾ വന്ന് നമുക്ക് മൈൻഡ് ചെയ്യില്ലല്ലോ. അതേപോലെയാണ് മൈൻഡ്. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ മൈൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒരു കടലോളം ഉണ്ട്. ഇത് ഇപ്പം ഇത് ശരിക്കും അപ്പോൾ NLP എന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ അല്ലെങ്കിൽ അതിനൊരു ഡിവിഷൻ തന്നെയാണ്. ഇപ്പം ഇത് കേൾക്കുന്ന ഒരാൾക്ക് നമ്മൾ മനസ്സിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് സംസാരിക്കുമ്പോൾ ക്വാണ്ടം ഫിസിക്സ് ആണ്. ഫിസിക്സ് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ മെറ്റാഫിസിക്സ് എന്നൊക്കെ പറയാം. നമുക്ക് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഉള്ളിലാണ്. ഇതൊക്കെ ഇവിടെ എത്താൻ 50 വർഷം കഴിയും നമ്മൾ ഇന്ത്യയിലെത്താൻ. മനസ്സിലായി? നമുക്ക് എന്താണ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായത്? എഴുതാനും വായിക്കാനും അറിയാം. കുറേ രാജാക്കന്മാരുടെ കഥകൾ പഠിക്കണം. പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചൈനയിൽ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന AI ആണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. 1ാം ക്ലാസ്സിൽ നമ്മളിത് എന്നാണ് ഇനി ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക? നമ്മൾ എന്നല്ലേ പറഞ്ഞു 10ൽ നമുക്ക് AI പഠിപ്പിക്കില്ല. നമുക്ക് ഡിഗ്രിക്ക് കഴിയണം. നമ്മൾ ഡിഗ്രിയിലാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അത്രയും ബേക്കിലാണ്. നമുക്കറിയില്ല എന്താണ് പഠിപ്പിക്കുന്നത്. മൈൻഡ് എന്താണെന്ന് ആദ്യം പഠിപ്പിക്കണം. ഇവിടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ മൈൻഡ് ഇങ്ങനെ ജപ്പാനിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മൈൻഡ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ബിലീഫ് സിസ്റ്റം അതാണ്. ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ വേടൻ പറഞ്ഞില്ലേ എന്താ പറയുന്നത്, ഞങ്ങളുടെ ജീൻ അങ്ങനെയാണ്, അത് വിശ്വസിക്കുകയാണ്. പുള്ളി വിശ്വസിക്കുകയാണ്. ഞാൻ അപ്പോൾ വേടൻ പ്രസവിച്ചു ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഒരു കുട്ടീനെ മാറ്റി. മനസ്സിലായോ? അപ്പോൾ വേടൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് വേറൊരു വീട്ടിലത്തെ ഒരു ആളായിരുന്നു. വേടോട് വളർന്നു. പറയുന്നത് ഞാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലോജിക്കാണുള്ളതിൽ? മനസ്സിലായോ? അത് ആ ചുറ്റുപാട്, വളരുന്ന ചുറ്റുപാടിൽ നിന്നാണ് ആ വ്യക്തി ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കി നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ഇപ്പോഴും സുഹൃത്ത് വലയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഹെവി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര എക്സാമ്പിൾ അല്ലേ? വരരുചിയുടെയും പഞ്ചമിയുടെയും കഥ. നാറാണത്ത് ഭ്രാന്തനുണ്ട്. 12 മക്കളും 12 ടൈപ്പ് അല്ലേ? പല സ്ഥലത്ത് കൊണ്ടിട്ട് പല കോണ്ടെക്സ്റ്റിൽ വളർന്നുകൊണ്ട്. അഗ്നിഹോത്രി ഉണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൗരവനും പാണ്ഡവരും എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ശരി, ശ്രദ്ധിച്ച് നോക്കി. നിങ്ങൾ നോക്കി 100 പേര് പിന്നെ കൗരവർ, അവർ നെഗറ്റീവ്, മറ്റൊരു പോസിറ്റീവ്. ആറ്റിറ്റ്യൂഡേ അല്ലേ? ശരിക്കും ശ്രദ്ധിച്ച് നോക്ക്. ഇപ്പോൾ ഇത് ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇത് രണ്ടും ഉള്ളത്. ഇപ്പം ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരുപാടുണ്ട്. മുമ്പ് തൊട്ടേ ഇത് ഉണ്ട്. ശരിക്കും നമ്മളെ കാര്യങ്ങൾ എന്താണ് പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ സക്സസ് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് നിർബന്ധമാണ്. പോസിറ്റീവല്ല, നെഗറ്റീവായിട്ടുള്ള സക്സസ് ആയിട്ടില്ല എന്നല്ല പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള, പക്ഷെ അത് ഒരു താൽക്കാലിക സക്സസ് മാത്രമേ, ലോങ് ലാസ്റ്റിംഗ് അല്ല. പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള സക്സസ് ആണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറാൻ വിജയ് സേതുപതിയുടെ ഒരു ഡയലോഗാണ്, ഒരു ഷോർട്ട് ക്ലിപ്പുണ്ട്. വിജയ് സേതുപതി ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും തരാൻ യൂണിവേഴ്സ് തയ്യാറാണ്. നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ്.
പ്രപഞ്ചത്തിന് വകതിരിവൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പുള്ളി പറയുന്നത്. ഒരു ക്ലിപ്പ് ആരോ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. ആ ചോദ്യമാണ് ഞാൻ ശരിക്കും മാറുന്നത്. കാരണം എനിക്ക് എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചെറുപ്പം മുതൽ നടനാവണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ നടനാവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും സിനിമയിൽ നടനാവണം. അപ്പോൾ എൻ്റെ ലുക്കൊന്നും തീരെ പോരാ. കാരണം പിന്നെ 48 കിലോ ഉള്ളൂ. ഞാൻ ഒരു 25 വയസ്സ് വരെ ഭയങ്കര സ്കെൽറ്റാണ്, പണ്ടത്തെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒക്കെ പോലെ. അപ്പോൾ എനിക്ക് എങ്ങനെയാലും സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്ക് കഥ എഴുതാനുള്ള കഴിവുണ്ട്. അങ്ങനെ കയറാമെന്നുള്ള വിചാരിച്ച് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് പതുക്കെ സിനിമയിലേക്ക് വരാമെന്നുള്ള ലെവലിലേക്കാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റുകൾ കുറേ എഴുതി, കുറേ ട്രൈ ചെയ്തിട്ട് ആരും എൻ്റെ സ്ക്രിപ്റ്റ് സ്വീകരിക്കുന്നില്ല. മനസ്സിലായോ? സ്ക്രിപ്റ്റ് സ്വീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചെല്ലുമ്പോൾ തന്നെ ഓടിക്കും. അങ്ങനെ കുറേ പേര് ഡയറക്ടേഴ്സ് ഓടിച്ചിട്ടുണ്ട്, കുറേ പ്രൊഡ്യൂസർമാർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വയം പ്രൊഡ്യൂസറെ കണ്ടെത്തി നമ്മുടെ സുഹൃത്തിനെ വെച്ച് പടം ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ഞാൻ ഭയങ്കര സന്തോഷവാനായി. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വലിയ കാര്യമാണല്ലോ ചെയ്തത്. ചെറിയൊരു ബഡ്ജറ്റിലാണെങ്കിൽ ഞാൻ സിനിമ തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 75 വയസ്സുള്ള ഒരു പുള്ളിക്കാരന് ജസ്റ്റ് പരിചയപ്പെട്ടു. പുള്ളിയോട് സിഗരറ്റ് വെച്ച് ഇങ്ങനെ ഇരിക്കണം, അപ്പാപ്പനാണ്. പുള്ളിക്കാരൻ ചോദിച്ചു എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ഫിലിം ഡയറക്ടറാണെന്ന് പറഞ്ഞു. ചോദിച്ചു ഡയറക്ടറോ? ആരുടെ അസിസ്റ്റൻ്റ് ചോദിച്ചു. അസിസ്റ്റൻ്റായിട്ടില്ല. അസിസ്റ്റൻ്റില്ലാതെ സിനിമ ചെയ്തു. മറ്റേ എവിടെ ഓടിക്കുന്നു? യൂട്യൂബിലായിരിക്കും വന്നു. അല്ല തിയേറ്ററിൽ. വേൾ കണ്ണിങ്ങനെ വിടർന്നു. നിങ്ങൾ സിനിമ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുവന്നു? ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ കാണിച്ചു കൊടുത്തു തിയേറ്റർ റെസ്പോൺസ്. മറ്റേ പറഞ്ഞു നിങ്ങൾ എന്തോ ഒരു മഹാമനുഷ്യനാണ് എന്നോട് പറയാണ് പുള്ളി. ഒരാൾക്ക് പുറത്ത് നിന്നിട്ട് ഞാൻ 25 വർഷം സിനിമയിൽ വർക്ക് ചെയ്തു. 25 വർഷം സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ച് മരിക്കാൻ പോകണമെന്ന് പുള്ളി പറയുന്നത്. ഞാൻ മരിക്കാനായി. നിങ്ങളങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് നിറവേണ്ടി നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞത് അങ്ങനെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ മരിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആഗ്രഹങ്ങൾ അതിശക്തമാണെങ്കിലും സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചം ഉണ്ടാവുന്നു. വെറുതെയാണ് ഞാൻ പറയുന്നത്, വെറുതെയാണ്. അയാളുടെ ക്വാളിറ്റി നോക്കുന്നുണ്ട് പ്രപഞ്ചം. ക്വാളിറ്റിയാണ് ഇവിടെ മനസ്സിലായില്ലേ? ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഇതാണെന്ന് മനസ്സിലായി. അതിനനുസരിച്ചാണ് ഞാൻ ഈ സൈക്കോളജിയിലേക്ക് ഇറങ്ങി. സന്തോഷ് പണ്ഡിറ്റിന് ക്വാളിറ്റി ഉണ്ടോ? ആള് നമ്മൾ കാണുന്ന ആളെ പിന്നെ ക്വാളിറ്റി ഇല്ലേ? എത്ര ചാറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി ചാറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ചാറ്റ് ഒരു സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു മനസ്സ്, നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ചാറ്റ് ചെയ്യാത്ത ആളുകൾ. നമ്മൾ വിചാരിക്കണം നമ്മളിത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. തെറ്റിദ്ധാരണയാണ്. നമ്മൾ കൊടുക്കുന്തോറും വളരുന്നതാണ് എല്ലാം. സ്നേഹമാണെങ്കിലും ശരി, പൈസ ആണെങ്കിലും ശരി, എന്തും സന്തോഷമാണെങ്കിലും ശരി, കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ.